എല്ലാവർക്കും ടെക് ലൈമൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമുക്ക് ഇറങ്ങാൻ പോകുന്ന നമ്മുടെ RTX 5060 5060 Ti അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണത്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതിനെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ നമുക്ക് RTX 4060 Ti നമുക്ക് അറിയാം, അതിന്റെ GPU സ്പെക്കും കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെയാണ് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ ആമസോണിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പൊ 5070 ഇറങ്ങിയായിരുന്നു. 90,000 രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത്. ഇപ്പൊ എന്താ പറയാ, ഒരു നമുക്ക് $550 ഇറങ്ങിയ ഒരു GPU ആണത്. ശരിക്കും 57 പ്രൈസ് ആണ് 90,700 രൂപ. 4060 നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് നമുക്ക് 30,000 രൂപയാണ് പ്രൈസ് ഇപ്പോൾ വരുന്നത്. 30, 28 ഏറ്റവും കുറഞ്ഞ 27 വരുന്നുണ്ട്. 4060 32. അതിന്റെ TI വേർഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ 39,000 രൂപയാണ് MSR വേർഷൻ വരുന്നത്. 1 GB മോഡലാണ്. ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അറിയാം. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെമ്മറി സബ് സിസ്റ്റം തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 4060 നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ മെമ്മറി നോക്കി 8 GB GDDR6 ആണ്. 4060 Tiയുടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 8 GB ഉണ്ട്, 16 GB ഉണ്ട്. 16 GB പ്രൈസ് എന്ന് പറഞ്ഞാൽ 54,000 രൂപയാണ്. 54,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 54,000 അല്ല 57,000 രൂപയ്ക്ക് 4070 കിട്ടും. പിന്നെ 48,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 7800 XT കിട്ടും AMD. ആരും 6 GB വിട്ട് പോകില്ല. വേറെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെമ്മറി, ഇത് GDDR6 18 GB/s റൺ ചെയ്യുന്നതാണ്. 128 ബിറ്റ് ബസ്സിലാണ്. ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 288 Gbps, 165 വാട്ടിന്റെ ആണ് ഇതിന്റെ TGP വരുന്നത്. ഒരു 1440p ഗെയിമിങ്ങിനൊക്കെ ഈ 288 Gbps പോരാണ്ട് വരും. ടെക്സ്റ്ററിന്റെ സ്പീഡ് കിട്ടത്തില്ല. കാരണം നമുക്ക് 1440p പറ്റിയൊരു മെമ്മറി ബഫർ ആണ് ശരിക്കും പറഞ്ഞാൽ 16 GB. അറ്റ്ലീസ്റ്റ് 4K, പക്ഷെ 4K ഗെയിമിംഗ് കാർഡ് അല്ല അത്. പക്ഷെ നമുക്ക് അത്യാവശ്യം 1440p ഗെയിമിംഗ് ഒക്കെ നടത്താനും പറ്റും. പക്ഷെ ഇതിന്റെ മെമ്മറി ബാൻഡ് വിഡ്ത്ത് ആയിരുന്നു ഇതിനൊരു പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് GPU. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ 5060 Ti നമ്മുടെ ഏപ്രിലിൽ പകുതിയൊക്കെ ആകുമ്പോൾ വരുന്നതാണ് ലീക്സ് അനുസരിച്ച് പറയുന്നത്. ഇത് സ്പെക്കോടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4060 നമ്മൾ നോക്കുകയാണെങ്കിൽ 3072 CUDA കോഴ്സ് ആണ് വരുന്നത്. 5060 ആണെങ്കിൽ 3840 ആയിട്ടുണ്ട്. കുറച്ചുകൂടി CUDA കോഴ്സ് കൂടിയിട്ടുണ്ട്. ക്ലോക്കിന്റെ ആയിരുന്നു വന്നിട്ടില്ല. ജിപിയുടെ മെമ്മറിയുടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 8 GB GDDR6 ആണെങ്കിൽ ഇവിടെ നമുക്ക് 8 GB GDDR7 ആയി. ഇവിടെ 17 GB/s മെമ്മറി ബാൻഡ് എന്ന് പറയുമ്പോൾ 28 കാരണം GDDR7 ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടി ബാൻഡ് വരുന്നത്. സെയിം 128 ബിറ്റ് മെമ്മറി ബേസിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ നിങ്ങൾ ബാൻഡ് വിഡ്ത്ത് ഡിഫറൻസ് നോക്കി 272 Gbps ആണ്. ഇവിടെ 448 Gbps. ഓൾമോസ്റ്റ് ട്വൈസ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ അടിപൊളിയായിരിക്കും. 4040p 1080p ഗെയിമിങ്ങിന് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. 150 വാട്ടാണ് TGP. കാരണം TGP കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ക്ലോക്ക് സ്പീഡും കൂടിയിട്ടുണ്ടാകുന്ന സാധ്യത കൂടുതൽ. കാരണം എന്ന് പറഞ്ഞാൽ TGP കൂടിയിട്ടുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ക്ലോക്ക് സ്പീഡ് ഇപ്പോൾ 2460 ഒക്കെ ആണെങ്കിൽ 2560 570 ഒക്കെ ആയിരുന്നു സാധ്യത കൂടുതലാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 1440p അത്യാവശ്യം 1080p ഗെയിമിങ്ങിനൊക്കെ പറ്റുന്ന ഒരു കാർഡ് തന്നെയായിരിക്കും. പക്ഷെ ഹൈലൈറ്റ് സാധനം 5060 Ti ആണ്. ഇവിടെ നമുക്ക് 4060 Ti ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4352 CUDA കോഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 4608 വരുന്നുണ്ട്. ക്ലോക്ക് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബേസ് 2310 ആണെങ്കിൽ ഇവിടെ ബേസ് 2407 ആണ്. ഇവിടെ ബേസ് അല്ല, ഇവിടെ ബൂസ്റ്റ് 2535 ആണെങ്കിൽ ഇവിടെ 2572. വലിയ ഡിഫറൻസ് ഇല്ല. മെമ്മറി നമ്മുടെ നേരത്തെ പോലെയൊക്കെ തന്നെ 4060 2 വേരിയന്റ് വരും. ഒന്ന് 8 GB ഒന്ന് 16 GB GDDR7. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെമ്മറിയാണ് ഡിഫറൻസ് വന്നേക്കുന്നത്. നിങ്ങളെ ബാൻഡ് വിഡ്ത്ത് ശ്രദ്ധിച്ചാൽ മതി. 448 Gbps ആണ് വരുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ആ 4060 Ti ഉണ്ടായിരുന്നൊരു പ്രശ്നം, ഈ 1440p ഗെയിമിങ് മര്യാദ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഇതുകൊണ്ട് മാറി കിട്ടും. ആ ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂ നമുക്ക് മാറി കിട്ടും. കാരണം 448 Gbps എന്ന് പറയുമ്പോൾ നമുക്ക് GDDR6 ലെവലിൽ നോക്കുവാണെങ്കിൽ 256 ബിറ്റിന്റെ ഒരു എഫക്ട് കിട്ടും. 128 ബിറ്റ് ആണ്. പക്ഷേ GDDR7 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരട്ടി ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള 1440p ഗെയിമിംഗ് GPU തന്നെയായിരിക്കും RTX 5060 Ti. TGPയും കൂടിയിട്ടുണ്ട്. 165 വാട്ടിൽ നിന്ന് 180 വാട്ടായിട്ട് കൂടിയിട്ടുണ്ട്. കാരണം കൂടുതൽ CUDA കോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെയാണത്. പിന്നെ മെമ്മറിയും ചൂടി ഹയർ ആണ് സ്പീഡിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ. പിന്നെ ഇതിന്റെ പ്രൈസിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പിടിയില്ല. കാരണം RTX 5070 ഇറങ്ങിയത് $549. സോ അതുകൊണ്ട് തന്നെ 5060 എനിക്ക് തോന്നുന്നു $350 കൊടുക്കാൻ സാധ്യതയുണ്ട്. $350-300 5060 ഒരു 5060 Ti ഒരു $400 ആയിരിക്കും മിക്കവാറും സാധ്യത കൂടുതൽ.
അങ്ങനെയാണ് സാധ്യത കൂടുതൽ. 16 GB ആണെങ്കിൽ ഒരു 450 480 ആയി കൊടുക്കാനാണ് സാധ്യത കൂടുതൽ. ഒരു ഗസ് ആണ്, അല്ലാണ്ട് കറക്റ്റ് എൻവിഡിയ അതിന്റെ പ്രൈസും കാര്യങ്ങളൊന്നും പുറത്തിട്ടിട്ടില്ല. ഇതാണ് അതിന്റെ GPU സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് 5060 Tiയിലെ 16 GB വേരിയന്റ് വളരെ ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള GPU ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതിന്റെ ഒരിക്കലും 8 GB ഇട്ട് പോകരുത്. കാരണം 8 GB ഒന്നും നമുക്ക് ഇപ്പോഴത്തെ കാലം 2025 ഗെയിംസിന് 8 GB പോരാ. പിന്നെ ഒന്ന് ഗെയിം ഒന്നും ഒപ്റ്റിമൈസ്ഡ് അല്ല. ജസ്റ്റ് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ അസാസിൻസ് ക്രീഡ് ഷാഡോസ് 5070 Tiയിൽ 60 GB വരെ 5070 Tiയിൽ 11 GB വലിക്കുന്നുണ്ട്. അത് 4K അൾട്രാ സെറ്റിംഗ്സിൽ വിത്ത് റേ ട്രേസിംഗ് ഫുൾ റേ ട്രേസിംഗ് അതിൽ കിട്ടുന്ന FPS നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? 34 FPS ആണ് കിട്ടുന്നത്. വിത്ത് അപ്സ്കെയിലിംഗ്, ക്വാളിറ്റിയിൽ അപ്സ്കെയിലിംഗ് ചെയ്ത DLSS കിട്ടുന്നത് 58 FPS ആണ്. ഗെയിം വലിയ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ RRD2 ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ RRD2 തന്നെയാണ് ബെറ്റർ ആയിട്ടേക്കൊന്ന്. RRD2 GPU VRAM കൺസംഷൻ വളരെ കുറവാണ്. 5-6 GBps ഒക്കെ, 5-6 ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞ 5-6 GBps ഒക്കെ മതി. 5-6 GB മതി ശരിക്കും. RRD2 ശരിക്കും പറഞ്ഞാൽ 5-6 GB VRAM മതി ഫുൾ ഗ്രാഫിക്സിൽ റൺ ചെയ്യാനായിട്ട്. അത്ര ഇത് 2025 വെറുതെയാണ് ഗെയിം ഇറക്കുന്നത്. ജസ്റ്റ് ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ തന്നെ ഇറക്കുവാണ്. എന്ത് റീസൺ എന്ന് പറഞ്ഞാൽ അപ്സ്കെയിലിംഗും ഫ്രെയിം ജനറേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ്. കാരണം ബാക്കി അത് നോക്കിക്കോളും എന്നുള്ള രീതിയിലാണ് ഗെയിം ഇറക്കുന്നത്. അൺറിയൽ എഞ്ചിൻ 5 ഒക്കെ പുതിയതായിട്ട് ഇറങ്ങിയിട്ട് എനിക്കൊരു ഗെയിം തോന്നിയിട്ടില്ല കണ്ടിട്ട്. പഴയ എഞ്ചിൻ തന്നെയൊക്കെയാണ് എനിക്ക് ഇച്ചിരി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസും ഒപ്റ്റിമൈസേഷനും ഒക്കെ വെച്ച് നോക്കുകയാണ് പഴയ ഗെയിം എഞ്ചിൻ തന്നെയൊക്കെയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് RTX 5060 Ti സ്പെക്ക് നമ്മൾ നോക്കുന്ന വീഡിയോ ആണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ആളാണ് 5060 Ti 16 GB വേരിയന്റിന് വേണ്ടി. കാരണം അത്യാവശ്യം നല്ലൊരു GPU ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമുക്ക് RTX 3060 12 GB ഒക്കെ ഒരു എഫക്ട് തരുന്നൊരു GPU തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ഒരു പ്രൈസ് ആണ് കേട്ടോ. പ്രൈസിങ് നല്ലതാണെങ്കിൽ മാത്രമേ ഇത് കിടക്കാനാവത്തുള്ളൂ, അല്ലെങ്കിൽ വെറുതെ പുറത്തോട്ട് പോകും. കാരണം AMDയുടെ 9060 XT വരുന്നുണ്ട് 16 GB RAM ഒക്കെ ആയിട്ട്. പ്രാവശ്യം AMD അടിപൊളിയായിട്ട് കയറി പോയിട്ടുണ്ട്. അവരുടെ 9070 XT ഒക്കെ പൊളി സാധനമാണ്. നേരത്തെ AMDനെ പറയുവാണെങ്കിൽ ഇപ്പോൾ അവർ FSR പൊട്ടയാണെന്നൊക്കെ പറയാറ്. ഇപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല. FSR 4 DLSS 3.5 ബെറ്റർ ആണ്. തൊട്ട് താഴെയാണ് നമ്മുടെ DLSS 4 തൊട്ട് താഴെ ഒന്ന് നിൽക്കുവാണ് FSR 4. അത്രയ്ക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എൻകോഡിങ് ബെറ്റർ ആയിട്ടുണ്ട്. അവരുടെ GPUയുടെ H.264 H.265 എൻകോഡിങ് ബെറ്റർ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ലെങ്കിൽ എൻവിഡിയുടെ അത്ര തന്നെ എൻബെങ്കിന്റെ അത്ര തന്നെ എൻകോഡിങ് പെർഫോമൻസ് വരുന്നുണ്ട്. ഇന്ത്യന്റെ അത്ര തന്നെ എൻകോഡിങ് പെർഫോമൻസും ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ഓൺലി ഒരു പ്രശ്നം AMDക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 3D മറ്റേ എന്താ പറയാ ബ്ലെൻഡർ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിലാണ് ഇച്ചിരി പുറകിലോട്ട് നിൽക്കുന്നത്. അതും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ശരിക്കും ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും നമുക്ക് എൻവിഡിയക്ക് കൊടുക്കാൻ പറ്റുന്നത്. ശരിക്കും കോമ്പറ്റീഷൻ വേണം എൻവിഡിയക്ക് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രൈസ് കൂട്ടിക്കൊണ്ട് പോകും. അതും തന്നെ പിന്നെ സ്പെക്കിന്റെ കാര്യത്തിൽ പറയണ്ടല്ല. ഒരു 50 എന്റെ രീതി പറയാം 5070 ഒരു 16 GB കൊടുക്കായിരുന്നു. 5070 Tiക്ക് ഒരു എന്റെ രീതി പറഞ്ഞ ഒരു 18 GB. ഒരു എനിക്ക് 58യുടെ കാര്യത്തിലാണ് ഒരു 58 വെറും 16 GB വീറാം. 58ക്ക് ശരിക്കും പറഞ്ഞാൽ 24 GB വീറാൻ കൊടുക്കേണ്ടതായിരുന്നു. എന്നിട്ട് 5090ക്ക് 32 GB റാം അങ്ങനെ കൊടുത്തായിരുന്നെങ്കിൽ അടിപൊളിയാണ്. 5090ക്ക് 32 GB റാം ആണ്. പക്ഷെ 58ക്ക് അവർ വെറും 16 GB 5070 Ti തന്നെ 16 GB റാം കൊടുത്തേക്കാം. സോ നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ GPUവിന് വേണ്ടി എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ മെമ്മറിയുടെ കാര്യത്തിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.